ഹായ് ഗായ്സ്, ലവ് ഷുവർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് 5 വയസ്സാണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനൊക്കെയാണ് ഇവിടെ വീട്ടിൽ നടക്കുന്നത്. റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ പിള്ളേരും എല്ലാവരും ഒക്കെ ആയിട്ട് സെറ്റാണ് ഇന്നത്തെ ഫങ്ഷൻ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ ഇന്നെയാണ്. അപ്പോൾ സമയമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവന് രാവിലെ സ്കൂളിൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ എക്സാമിന് പോയപ്പോൾ അവൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് മിഠായിയും പിന്നെ സ്കൂളിൽ വെച്ച് ഒരു സെലിബ്രേഷൻ അവൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു കുഞ്ഞ് സെലിബ്രേഷനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സ്കൂളിലൊക്കെ പോയി എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വൈകിട്ടാണ് ഈ ബർത്ത്ഡേ ഫങ്ഷൻ സെറ്റാക്കിയത്. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എൻ്റെ കുഞ്ഞിന് 5 വയസ്സാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവനാണെങ്കിൽ പ്രീ ടൈം ബേബി ആയിരുന്നു. അപ്പോൾ ഡോക്ടർമാരൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 വയസ്സ് വരെ അവനെ നന്നായിട്ട് കെയർ കൊടുത്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവന് 5 വയസ്സ് പൂർത്തിയാവുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. അപ്പോൾ എല്ലാ ബന്ധുക്കളും ഇന്നിവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് നല്ല രീതിയിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ ഒപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇപ്പോൾ പ്രാർത്ഥന നടക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ടി കാണാം. ഇന്ന് എന്താണ് ഫംഗ്ഷൻ ഇവിടെ? എന്തോന്ന് ഇവിടെ എന്തോന്നാണെന്ന് വിഷയ് അങ്ങനെ ബർത്ത്ഡേക്ക് വേണ്ട ബലൂണൊക്കെ ഇവിടെ ഊതി വീർപ്പിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ നല്ല ഹാപ്പിയിലാണ്. ഇലോണേ, ഇന്ന് ആരെ ബർത്ത്ഡേ മക്കളെ? ഇലോൺ, ആരെ ബർത്ത്ഡേ മക്കളെ ഇന്ന്? ഓക്കെ. ഒരുപാട് പേര് ഇന്ന് അവനെ വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. 5 വയസ്സാണ് അല്ലേ ചേട്ടാ? അപ്പോൾ പ്രീ ടൈം ഒക്കെ ആയിരുന്നു അവൻ. 5 വയസ്സ് വരെ ഡോക്ടേഴ്സ് നല്ല ശ്രദ്ധ വേണമെന്നൊക്കെ പറഞ്ഞ കുഞ്ഞാണ്. അപ്പോൾ നമ്മൾ 5 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് തോന്നുന്നു ഈ സമയത്ത്? സന്തോഷം. എത്ര സന്തോഷം? നല്ല സന്തോഷം. താടിയൊക്കെ നരച്ച് വയസ്സായി. മക്കളെ, നമ്മുടെ ബർത്ത്ഡേ കുട്ടി എത്ര വയസ്സ് മക്കളെ? എന്താ തോന്നണെന്ന് ബർത്ത്ഡേ ആയിട്ട്? ഹാപ്പി അല്ലേ? എത്ര ഹാപ്പി? ആരൊക്കെ വിശ്വസ് അറിയിച്ച്? അമ്മേന്റെ അച്ഛന്റെയും. ആരൊക്കെ വിശ്വസ് അറിയിച്ച് ഹാപ്പി ബർത്ത്ഡേ ആരൊക്കെ പറഞ്ഞു? ടീച്ചർ നോക്കി പറയാം. പിന്നെ ബസ്സിലുള്ള ഡ്രൈവർ പിന്നെ അമ്മയുടെ കൂട്ടുകാരികളൊക്കെ വിശ്വസ് അറിയിച്ചു കേട്ടോ. ഞങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. സ്പൈഡർമാൻ്റെ കേക്ക് തന്നെ വേണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അടിപൊളി കേക്കാണ് ഇത്. ബട്ടർ സ്കോച്ച് ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം. അടിപൊളി കേക്കാണ്. ഫ്രീ ആയിട്ട് ഹോം ഡെലിവറിയും അവൈലബിൾ ആണ്. എല്ലാ തരത്തിലുള്ള കേക്കും അവൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും കേക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് ഓർഡർ ചെയ്യണം. അടിപൊളി കേക്കാണ്. ഞാൻ എല്ലാ തവണയും അവളുടെ കയ്യിൽ നിന്നാണ് കേക്ക് വാങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് തുടങ്ങി.
പൊട്ടീന് പൊട്ടു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഫുഡിന് ഇന്ന് നമുക്ക് വീശപ്പവും അതുപോലെ മുട്ടക്കറിയും പിന്നെ ചിക്കനും ആയിരുന്നു. പിന്നെ വാട്ടർമെലൻ്റെ ജ്യൂസും പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും മുട്ടക്കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ്. വീശപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും ഈ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. എല്ലാ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എന്നാലും ഈ ബർത്ത്ഡേക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാറില്ല.
മോനാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു. അവന് കളിപ്പാട്ടങ്ങളും ഉടുപ്പും ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് അവൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിരിയുകയായിരുന്നു. എൻ്റെ ചേച്ചി മാത്രം ഇവിടെ നിന്നിട്ട് പിറ്റേ ദിവസമാണ് പോയത്. ബാക്കി എല്ലാവരും അന്ന് തന്നെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് കളിയും ചിരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുമായിരുന്നു. എന്തായാലും ഗോഡിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെയൊരു സെലിബ്രേഷൻ എല്ലാം നടത്താൻ കഴിഞ്ഞതിന് ഒത്തിരി നന്ദി പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.